ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ബേസിക്കലി മൊത്തത്തിൽ സിലബസിനെ കുറിച്ചൊരു ഓവർവ്യൂ, അതുപോലെ ഫസ്റ്റ് സെം BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ സിലബസ് ഏതൊക്കെയാണ്, അതിൽ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, പേപ്പേഴ്സ് അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇപ്പം ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചുള്ളത് 2019 അഡ്മിഷൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ സിലബസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് കോർ കോഴ്സ്, ഓപ്പൺ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ്, ഓഡിറ്റ് കോഴ്സ്, കോമൺ കോഴ്സ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഏതാണോ, നിങ്ങൾ ഏതാണോ എടുത്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തുള്ള പേപ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാർക്ക് ലിറ്ററേച്ചർ കോറായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു പേപ്പർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഫിസിക്സ്, BSc ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഫിസിക്സ് മെയിൻ ആയിട്ട് വരുന്ന പേപ്പർ ആയിരിക്കും. അതാണ് കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം അത് ഫസ്റ്റ് സെമ്മിൽ ഒരെണ്ണം, സെക്കൻഡ് സെമ്മിൽ 2 എണ്ണം, തേർഡ് സെമ്മിൽ 2 എണ്ണം, ഫോർത്ത് ഇതിലൊക്കെ ആകുമ്പോൾ 3, 4 ഒക്കെ ആയിട്ട് വരും. പിന്നെ ഫിഫ്ത്ത്, സിക്സ്ത്ത് ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ്ലി കോർ കോഴ്സ് ആയിട്ട് മാറും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഉള്ളതാണ് നമുക്ക് കോംപ്ലിമെൻ്ററി കോഴ്സ്. കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സിനോട് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്ക് ഉൾപ്പെടുന്ന ഒരു പേപ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കോംപ്ലിമെൻ്ററി കോഴ്സസ് ഉള്ളത് ഹിസ്റ്ററി വരുന്നുണ്ട്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ്, അതുപോലെ ജേർണലിസം, പൊളിറ്റിക്സ്, ഇതൊക്കെയാണ് പല കോളേജസിലും കോംപ്ലിമെൻ്ററി കോഴ്സുകൾ. അപ്പം അത് ഓരോ കോളേജസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതിങ്ങനെ ഓൾട്ടർനേറ്റീവിലായിട്ടാണ് വരിക. അപ്പോൾ ഒരു സെമ്മിൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് വന്നാൽ മറ്റേ സെമ്മിൽ വേറെ കോംപ്ലിമെൻ്ററി ആയിരിക്കും. അങ്ങനെയാണ് വരിക. അപ്പം അതാണ് കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കുള്ളത് ഓപ്പൺ കോഴ്സ് ആണ്. ഓപ്പൺ കോഴ്സ് വരുന്നത് ഫിഫ്ത്ത് സെമ്മിലൊക്കെയാണ് ഓപ്പൺ കോഴ്സ് വരുന്നത്. അത് നമ്മുടെ സിലബസുമായിട്ട് യാതൊരു കണക്ഷൻ, അതായത് നമ്മുടെ മെയിൻ ഏതാണോ നമ്മൾ എടുത്തത് സ്ട്രീമുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു ഇത് നമ്മൾ എടുത്ത് പഠിക്കുക. അപ്പോൾ ഒരുപാട് സ്ട്രീമുകൾ ഉള്ള ഒരു കോളേജസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലിസ്റ്റ് ഓഫ് ഓപ്പൺ കോഴ്സുകൾ തന്നെ ഉണ്ടായിരിക്കും. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് അതെടുത്ത് നമുക്ക് പഠിക്കാം. അപ്പം അതിന് മിക്കവാറും നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുകയായിരിക്കും. മെറ്റീരിയൽ മാത്രമായിരിക്കും അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ഫിഫ്ത്ത് സെമ്മിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഉള്ളതാണ് ഓഡിറ്റ് കോഴ്സ്. ഓഡിറ്റ് കോഴ്സ് നമുക്ക് ഫസ്റ്റ് സെം, സെക്കൻഡ് സെമ്മിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അത് പലതരത്തിലാണ് നടത്തുക. അപ്പോൾ അത് ബേസിക്കലി പല കോളേജസിലും പലതായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അത് MCQ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ ആ ഒരു എക്സാം നമുക്ക് ഒരു എക്സാം അവർ നടത്തും. സിമ്പിളാണ്, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. നോർമൽ എഴുതുന്ന റിട്ടേൺ എക്സാം പോലത്തെ ആയിരിക്കില്ല. PGക്കൊക്കെ ആണെങ്കിൽ ഓഡിറ്റ് കോഴ്സ് വരുന്നത് അസൈൻമെൻ്റ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫ്, അത് യൂണിവേഴ്സിറ്റി പറയും ഇന്നതായിരിക്കണം ചെയ്യണം എന്നുള്ളത്, അതായിരിക്കും അതിൽ വരുന്നുണ്ടായിരിക്കുക. പിന്നെ വരുന്നത് കോമൺ കോഴ്സ് ആണ്. കോമൺ കോഴ്സ് 2 എണ്ണം ഉണ്ട്. കോമൺ കോഴ്സ് സെക്കൻഡ് ലാംഗ്വേജും കോമൺ കോഴ്സ് അതർ ദാൻ ലാംഗ്വേജും. കോമൺ കോഴ്സ് അതർ ദാൻ ഇംഗ്ലീഷ് ഓർ കോമൺ കോഴ്സ് ഇംഗ്ലീഷ്, ഇങ്ങനെയാണ് ശരിക്കും അതിൻ്റെ പേര്. കോമൺ കോഴ്സ് അതർ ദാൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് ആയിരിക്കും. അത് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്തത് അതായിരിക്കും. അപ്പോൾ മലയാളം, സാൻസ്ക്രിറ്റ്, ഹിന്ദി, നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്തത് അതാണ് അതിൽ വരിക. മറ്റേത് കോമൺ കോഴ്സ് ഇംഗ്ലീഷ് ആണ്. അത് ഏതൊരു ഡിഗ്രിക്കാരെടുത്താലും, BSc ഫിസിക്സ്, BA സോഷ്യോളജി, അങ്ങനെ ഏതെടുത്താലും ഇംഗ്ലീഷ് ആവണമെന്നില്ല, ഇംഗ്ലീഷ് സ്ട്രീമാർ തന്നെ ആവണമെന്നില്ല. ഈ ഒരു പേപ്പർ എല്ലാവർക്കും ഫോർത്ത് സെം വരെ ഉണ്ടായിരിക്കും. ആ ഒരു പേപ്പറാണ് കോമൺ കോഴ്സ്. എല്ലാ കോഴ്സുകാർക്കും കോമൺ ആയിട്ടുള്ള പേപ്പർ. അത് ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള കഥകളും കവിതകളും ഒക്കെ വരുന്ന ഒരു ടെക്സ്റ്റ് ആയിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ സിലബസിൽ നമുക്ക് വരുന്നത്. ഇങ്ങനെ ഫസ്റ്റ് സെമ്മിൽ എല്ലാ സെമ്മിലും നമുക്ക് മൊത്തത്തിൽ 6 പേപ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 2019 സിലബസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ മെയിൻ പേപ്പർ കോർ കോഴ്സായിട്ട് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ, അത് 2019 വന്ന ശേഷം വന്ന ബാച്ചുകാർക്കും ഡിഫറൻസ് ഒന്നുമില്ല, സെയിം തന്നെയാണ്. പിന്നെ കോമൺ കോഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ട്രാൻസാക്ഷൻ ആയിരുന്നു. ട്രാൻസാക്ഷൻസ് എസെൻഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്. അത് ഇപ്പോൾ മാറിയിട്ടുണ്ട് 2019 ശേഷം വന്ന ബാച്ചുകാർക്ക്. അതിനുശേഷം വന്നതാണ് ലിറ്റ്മോസ്ഫിയർ ആണ് അതിനു പകരം വന്നിട്ടുള്ളത്. അതിൻ്റെ സിലബസ് നമുക്ക് പറയാം. പിന്നെ വന്നിട്ടുള്ളത് പിന്നെ കോമൺ കോഴ്സ്, മലയാളം ആണെങ്കിൽ മലയാളം, അത് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അതുണ്ട്. പിന്നെ ഒരു പേപ്പർ കൂടെ കോമൺ കോഴ്സ് ഉണ്ടായിരിക്കും, അത് വ്യത്യാസം, അത് അങ്ങനെ ഒരു പേപ്പർ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ 2019 വന്നിട്ടുള്ളത് വേസ് വിത്ത് വേർഡ്സ് ആണ്.
അതിന് പകരം വന്നിട്ടുള്ളത് ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. പിന്നെ നമുക്ക് കോംപ്ലിമെന്ററി ആണ്. 2019 കോംപ്ലിമെന്ററി പലർക്കും ജേർണലിസം, പൊളിറ്റിക്സ് അങ്ങനെയുള്ള ഒക്കെ ഒരു പേപ്പറൊക്കെ ആയിരുന്നു, ചിലർക്ക് ഹിസ്റ്ററി ആയിരുന്നു. അത് നിങ്ങളുടെ കോളേജിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ചാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഉള്ളത് ഓഡിറ്റ് കോഴ്സ് ആണ്. അത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് അങ്ങനെ പല പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചത് മൊത്തം കോർ കോഴ്സുകൾ മാത്രമാണ്. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ, സെക്കൻഡ് സെമ്മിൽ അപ്രീഷിയേറ്റിംഗ് പോയട്രി, തേർഡ് സെമ്മിൽ അപ്രീഷിയേറ്റിംഗ് പ്രോസ്. ഈ കോർ കോഴ്സ് സിലബസ് മാറിയപ്പോഴും മാറ്റം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജ് കൂടെ വരുന്നുണ്ട് തേർഡ് സെം. ഫോർത്ത് സെമ്മിൽ ആണെങ്കിൽ 2 അപ്രീഷിയേറ്റിംഗ് ഫിക്ഷൻ, ലിറ്റററി ക്രിറ്റിസിസം. ഫിഫ്ത്ത് സെമ്മിൽ 2 2 അല്ല 4 അപ്രീഷിയേറ്റിംഗ് ഡ്രാമ, ലിറ്റററി തിയറി, ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. സിക്സ് സെമ്മിലാണെങ്കിൽ കംപ്ലീറ്റ് കോർ കോഴ്സ് ആണ്, വേറെ ഒന്നുമില്ല. വോയിസസ് ഓഫ് വിമൻ, ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചർ, ഫിലിം സ്റ്റഡീസ്, ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ്. പിന്നെ നിങ്ങളുടെ പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് പ്രൊജക്റ്റിന് പകരം റിസർച്ച് മെത്തഡോളജിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പം അത്രയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ളത് നോക്കാം. കോംപ്ലിമെന്ററി കോഴ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന ചില പേപ്പേഴ്സ് ആണിത്. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അത് വരുന്നുണ്ട് ചിലയിടത്ത്. പിന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ, ജേർണലിസം, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ്, കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ലിറ്റ്മോസ്ഫിയർ ആൻഡ് ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ ഇതാണ് ലിറ്റ്മോസ്ഫിയറിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കണ്ടൻസ് ആണ് ഇതൊക്കെയാണ് അതിൽ വരുന്നത്. നമുക്ക് മൊത്തത്തിൽ 1, 2, 3, 4 മൊഡ്യൂൾസ് ആണ് മൊത്തത്തിൽ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ലിറ്ററേച്ചർ ഇനീഷ്യേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ ലൂയിസ് മാഗ്നീസിൻ്റെ ടു പോസ്റ്ററിറ്റി, DH ലോറൻസ് ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ, ഗസ്റ്റോ ഫ്ലോബർട്ടിൻ്റെ മെമ്മോയിർസ് ഓഫ് എ മാഡ്മാൻ. മൊഡ്യൂൾ 2ൽ ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് റൈറ്റിംഗ് എന്നാണ് മൊഡ്യൂളിൻ്റെ പേര്. അതിൽ ടെഡ് ഹ്യൂഗ്സിൻ്റെ ദ തോട്ട് ഫോക്സ്, മരിയാൻ മൂറിൻ്റെ പോയട്രി വരുന്നുണ്ട്, അഗത ക്രിസ്റ്റിയുടെ എക്സെപ്റ്റ് ഫ്രം ആൻ ഓട്ടോബയോഗ്രഫി, പിന്നെ നാഗ്വേബ് മഹ്ഫൂസിൻ്റെ ഹാഫ് എ ഡേ. തേർഡ് മൊഡ്യൂൾ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അതിൽ ആർതർ റിംബോർഡിൻ്റെ ടു എ റീസൺ, ആർതർ കോനൻ ഡോയിൽ, ഷെർലക് ഹോംസ് ഒക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഡ്വഞ്ചേഴ്സ് ഓഫ് റിട്ടയർ കളർമാൻ, സൂസൻ ഗ്ലാസ്പെലിൻ്റെ ട്രിഫിൾസ്. പിന്നെ മൊഡ്യൂൾ 4 പെർസ്പെക്റ്റീവ്സ് ആണ്. അതിൽ ജസ്റ്റിസ് അമീറിൻ്റെ ബോഡി വിത്തൗട്ട് ദ ഡി, സുനിധി നംജോഷിൻ്റെ ദ സ്ലീപ്പിംഗ് ഫൂൾ, ലൂയിസ് ഫെർണാണ്ടോ വെരിസിമോൻ്റെ ദ കോക്രോച്ച്, ശരൺ കുമാർ ലിംബാലയുടെ അബൌട്ട് ദളിത് ലിറ്ററേച്ചർ, പിന്നെ ക്രിസ്റ്റ്യൻ ലെസ്റ്ററിൻ്റെ പോൾ. ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടുകളൊക്കെ ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് അവിടെ നിന്ന് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാ നോട്ട്സിൻ്റെയും എല്ലാ ടെക്സ്റ്റിൻ്റെയും ഞാനങ്ങനെ വെക്കാം. പിന്നെ വരുന്നതാണ് ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ്. ഇതാണ് അതിൻ്റെ ടെക്സ്റ്റ് വരുന്നത്. സോ ഇതിൽ ഇങ്ങനെയാണ് മൊഡ്യൂൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സിൻടാക്സ്, സെക്കൻഡ് മൊഡ്യൂൾ ബേസിക് ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ഗ്രാമർ, പിന്നെ തേർഡ് മൊഡ്യൂൾ സ്കിൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ അങ്ങനെയൊക്കെ വരാനായിട്ട് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ യൂണിറ്റ്സ് ഉണ്ട്. അപ്പം ഇത്രയാണ് അതിൽ വരുന്നത്. പിന്നെ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. അതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. 1 സെക്കൻഡ്. സോ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് കുറച്ച് വരുന്ന ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 സെക്കൻഡ്. ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ. സോ ഇതിൽ വരുന്നത് ഈ ഒരു ഇത്രയും കണ്ടന്റ് ആണ്. ഫസ്റ്റ് വരുന്നത് അതിൽ ഫസ്റ്റ് കുറച്ച് ഭാഗം മൊഡ്യൂൾ 1 ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ലിറ്റററി ന്യൂആൻസസ് ആണ്. അതിൽ വരുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സിൻടാക്സ്, പോയറ്റിക് ഡിവൈസുകൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പേജസിൽ വരുന്നുണ്ട്. പിന്നെ റസ്കിൻ ബോണ്ടിൻ്റെ ഐസ് ഓഫ് ദ ക്യാറ്റ്, ആൻഡൻ ചെക്കോൻ്റെ ഡെത്ത് ഓഫ് എ ക്ലർക്ക്, ആൽഫ്രഡ് ലോ ടെന്നീസൻ്റെ ഓക്ക്, ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ ഡ്രീംസ്, എമിലി ഡിക്കൻസിൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ പോളിഫോണിക് ടെക്സ്റ്റസ് ആണ്.
അതിൽ ഫ്രേയ സ്റ്റാർക്കിൻ്റെ വിന്റർ ഇൻ അറേബ്യ, അതിൻ്റെ എക്സെപ്റ്റ്സ് ആണ് കുറച്ച് ഭാഗം. ലോറ ബോനാൻ്റെ ഷേക്സ്പിയർ ഇൻ ദ ബുഷ്, അക്കിറോ കുറോസോവയുടെ റാഷോമോൻ. പിന്നെ മൊഡ്യൂൾ 3 ലിറ്ററേച്ചർ ആൻഡ് ഐഡിയോളജി. അപ്പം അതിലൊക്കെ മൊഡ്യൂൾ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് പേജസിൽ എല്ലാ മൊഡ്യൂൾസിലും. തേർഡ് മൊഡ്യൂളിൽ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ അയർ, ജോർജ് ഓർവെലിൻ്റെ എ ഹാങ്ങിങ്, പിന്നെ ഹൻസ്ഡ സുവേന്ദ്ര ശേഖേഴ്സിൻ്റെ ദ ആദിവാസി വിൽ നോട്ട് ഡാൻസ്. ഫോർത്ത് മൊഡ്യൂള് പെർസ്പെക്റ്റീവ് ഓഫ് ദ സബാൾട്ടേൺ, അതിൽ കുറച്ച് കണ്ടന്റ്സ് വരുന്നുണ്ട്. ആർ കെ നാരായണൻ്റെ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, അതിൻ്റെ കുറച്ച് സെക്ഷൻസ് എക്സെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ അരുൺ കാംബ്ലിൻ്റെ വിച്ച് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക് വരുന്നുണ്ട്. പിന്നെ ദ ലെറ്റർ ക്യൂ എലി ഷിപ്ലയുടെ ആണ്, അത് വരുന്നുണ്ട്. പിന്നെ മാക്സിം ഹോക്കിൻസ്റ്റൻ്റെ നോ നെയിം വുമൺ. ഇത്രയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കോംപ്ലിമെൻ്ററി കോഴ്സിനെ പറ്റി ഇപ്പം ഞാൻ ഇവിടെ പറയുന്നില്ല. അത് ഓരോ ഇതുകാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ കോളേജസുകാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് സെമ്മിലെ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കോഴ്സ് വരെ പറഞ്ഞത്. പിന്നെ നമ്മൾ കോമൺ കോഴ്സ് ചേഞ്ച് ചെയ്തത് ഏതാണെന്നുള്ളതും പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് കോംപ്ലിമെൻ്ററി ആണ്. അത് ഞാൻ ആ കോംപ്ലിമെൻ്ററീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം അതിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ. പിന്നെ ലാംഗ്വേജ് ആണ്, അതിനെ പറ്റിയിട്ടും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് സെം എന്നുള്ളതിനെ കുറിച്ചും മൊത്തത്തിൽ ഒരു ഔട്ട്ലൈനുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നോട്ട്സ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെയൊക്കെ ഗൈഡ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒപ്പീനിയൻസ് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. I'll come back with another video soon. Thank you. Bye.